നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയ്ക്ക് മുന്നിലാണ്. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയും പരിസരങ്ങളും രാവിലെ തന്നെ മാധ്യമങ്ങളെ കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽപ്പെട്ട 8 സ്ഥാനാർത്ഥിമാരുണ്ട്. അവരും അതുകൂടെ മറ്റു പ്രവർത്തകരും എല്ലാം കൂടെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ എത്തിയിരിക്കുന്നത്. കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് അഡ്വക്കേറ്റ് മോൻ ജോസഫ്, തൊടുപുഴയിൽ നിന്ന് അബു ജോൺ ജോസഫ്, കോതമംഗലത്ത് നിന്ന് ഷിബു തെക്കുംപുറം, ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, കാഞ്ഞങ്ങാട് നിന്ന് ഷൈജി ഓട്ടപ്പള്ളി, തിരുവല്ലയിൽ നിന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, കുട്ടനാട് നിന്ന് റെജി ചെറിയാൻ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിനു ജേക്കബ് എന്നിവരും മറ്റു പ്രവർത്തകരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനെ കാത്താണ് എല്ലാവരും നിൽക്കുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപത്നി മറിയാമ്മ ഉമ്മനും കല്ലറയിലുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിമാരെ എല്ലാം ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഞാൻ ലൈവ് എടുക്കുന്നു. ലൈവ് ചെയ്യുന്നില്ല. 2 ലൈവ് പോകുന്നില്ല. കരുത്ത് പറഞ്ഞതാണ്. വൈക്കത്തിന്റെ അവരെ ആഗ്രഹിച്ച ആളെ രണ്ട് ജോബുമായിരിക്കും. എല്ലാ ജലകോളത്തിന്റെ ഫുൾ ടീമായിട്ടാണ് ഫുൾ ടീം ഇവിടെ വന്നിരിക്കുക. എല്ലാരും കൂടെ തരാൻ ഷോറില്ല, എല്ലാരും കൂടെ തികയില്ല. സാധാരണ ഒരാൾ വെച്ചാൽ ഓരോരുത്തരും വെച്ചാണെങ്കിൽ ഇതിപ്പോ എല്ലാരും കൂടെ വന്ന വൈക്കത്തിന്റെ സ്ഥാനാർത്ഥിയുടെ MM നസീറും വരുന്നുണ്ടെന്ന് വൈക്കത്തെ MM നസീർ വന്നു. അല്ല ഇപ്പൊ വരുന്നതേ പറഞ്ഞോളൂ.
പോസ്റ്ററും ഫ്ലെക്സും ബാനറും എല്ലാം വേണ്ടെന്ന് വെച്ചു. ഞങ്ങളൊരു 100 വീട് ചെയ്യുന്നുണ്ട് അതിന്. അപ്പോൾ അത് ചെറിയൊരു മാറ്റി വെച്ചു നമുക്ക് കിട്ടുന്നത് അതിലേക്ക് പോയി. കാരണം അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. അല്ല പിന്നെ നമുക്ക് വന്നില്ലേ സാധാരണ ഒരു ഓർമ്മയുണ്ട്. ഒരു സാധനത്തേക്ക് ഒരു ചോറുണ്ട്. എല്ലാവർക്കും ബസ് എണ്ണാൻ പോകുന്നത് എഴുതി വെച്ച് പറഞ്ഞു. അല്ലേ ചേച്ചാ കേരള കോൺഗ്രസിന്റെ എല്ലാവരും അടുത്ത വായിക്കും. അടുത്ത പ്രിയപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ, പ്രിയപ്പെട്ട എം നസീറും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട 2 പേരാണ് എൻ്റെ ഫാദറിൻ്റെ. അവർ ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച 2 സഹപ്രവർത്തകരാണ്. എല്ലാ ആശംസകളും ഈ അവസരത്തിൽ. പുതുപ്പള്ളിയിൽ എൻ്റെ ഇലക്ഷൻ്റെ ചാർജ് ആയിരുന്നു. ഒന്ന് മാറി ഇവിടെ അല്ല ഇത് ഈ 8 പേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അവിടെ നിൽക്കുമ്പോൾ ഇച്ചിരി സ്പേസ് വേണം. കത്തിച്ചു എന്തേ ബിനുമോൻ എന്ത് ബിനുമോനുണ്ട് ഒരു മേഖല ബിനുവിന് കൊടുക്കും. ഒന്ന് ഈ സൈഡ് നിൽക്കണം. പോലെ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 8 സ്ഥാനാർത്ഥികൾ. എല്ലാവരെയും ഈ അവസരത്തിൽ ആശംസ നേരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും അടുത്ത ബന്ധം. പ്രിയപ്പെട്ട ജോസഫ് സാറ് ഞങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്ത സഹപ്രവർത്തക ബന്ധം ഞങ്ങളുടെ അമ്മയായിട്ടൊക്കെ ഉണ്ടായിരുന്ന കണ്ണിന് അവസരത്തിൽ ഓർത്തുവെച്ചാണ്. ഞങ്ങളുടെ വീട്ടിൽ പശുവിനെയൊക്കെ തന്ന് വളരെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ടും വലിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും വ്യാകുലനായിരുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയിൽ നിന്നുള്ള 8 സ്ഥാനാർത്ഥികൾ എല്ലാ ആശംസകളും നേരുകയാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കുകയാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട മോൻസേട്ടൻ ഒരു വാക്ക് പറയും. ഇവിടെ കോട്ടയത്ത് നിന്നുള്ള ഏറ്റവും ഉണ്ടായിരുന്ന നിൽക്കുമായിരുന്നു. പ്രിയപ്പെട്ട ശിവചേട്ടനും വളരെ അടുത്ത ബന്ധം ഞങ്ങളുടെ കുടുംബമായിട്ട് പുലർത്തുന്ന ആളാണ്. പ്രിയപ്പെട്ട വർഗീസ് മാമൻ, അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാണെന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള വ്യക്തിത്വമാണ്.
പ്രിയപ്പെട്ട തോമസ് ഉണ്ണിയാണൻ അവർക്കും അപ്പയുമായിട്ട് വളരെ സ്നേഹബന്ധം പുലർത്തിയ വ്യക്തിത്വമാണ്. അതേപോലെ ശ്രീ രജി ചെറിയാൻ, അദ്ദേഹം കുട്ടനാടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനും എല്ലാ ആശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. ബിനു ജോബ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ശ്രീ ഷൈജി കോട്ടപ്പള്ളി, അദ്ദേഹം കാഞ്ഞങ്ങാട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. 8 പേർക്കും ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇവിടുന്ന് ഇവർ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രിയങ്കനായ MLA ചാണ്ടി ഉമ്മൻ പ്രചരണം തുടങ്ങുവാനുള്ള ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു പ്രദേശം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇവിടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ 8 സ്ഥാനാർത്ഥികളും അദ്ദേഹത്തിന് ബഹുമാനം നൽകിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളുടെ പ്രചരണം ഇവിടെ ആരംഭിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ 140 സ്ഥാനാർത്ഥികൾക്കും ശക്തിയായി, പ്രചോദനമായി, ഉത്തേജനമായി ഈ മഹത് വ്യക്തിയുടെ ഓർമ്മകൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഔട്ട്റീച്ച് സെല്ല് ദേശീയ ചെയർമാനായിരിക്കുമ്പോൾ എന്റെ സംസ്ഥാന ചെയർമാനെ ഞാൻ നിയമിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മാവേലിക്കരയുടെ അഭിമാനമായി വന്നിരിക്കുന്നത്. പ്രത്യേകം എനിക്ക് ഇതിപ്പോൾ ഒരു അഭിമാന നിമിഷമില്ല. കാരണം ഇതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് മാവേലിക്കരയ്ക്ക് നേതാവായി സംഭാവന ചെയ്യാനും നമുക്ക് MLA ആയി ഒരു സംശയവും വേണ്ട. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ MLA ആയിട്ടായിരിക്കും കാണുക. എല്ലാ ആശംസകളും അപ്പയുടെ അനുഗ്രഹങ്ങളും. അതുപോലെ അപ്പയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൂട്ടുകാരിക്ക് ജയിച്ച് വീണ്ടും വരും MLA ആയി മാവേലിക്കര. റാങ്കൊന്നും പ്രശ്നമില്ല. എല്ലാ ആശംസകളും. എടുക്കട്ടെ. സാർ റെഡി. ഇവിടുന്ന് പ്രചാരണം തുടങ്ങുകയാണോ? എങ്ങനെയാ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ 8 സ്ഥാനാർത്ഥികളെയും പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറ് ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ 8 പേരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് UDF-ന്റെ സമാരാധനായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പുതുപ്പള്ളി പള്ളിയിലെ കബറിടത്തിൽ നിന്ന് ഔട്ട്റീച്ച് ചെയ്ത് പുറത്താവുന്നവരൊക്കെ ഇതിനകത്താത്താവും. എല്ലാവരോടും
ഇപ്പം നീ പുതിയ സ്ഥാനം അല്ലേ? പേരനായിരുന്നു ഇതിനെ കാലിനെന്നെ പറ്റിയായിരുന്നു ആണോ? എവിടെ വെച്ച്? അത് ശരി, ഭാഗത്ത് വെച്ച്. ഇതുതന്നെയാണ് ചാണ്ടി ഉമ്മൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പള്ളിയിലും മാത്രമല്ല സംസ്ഥാനത്തുടനീളം UDF-ന് ഇങ്ങനെയാണോ ഇവിടെ കുട്ടനാട് സ്ഥാനാർത്ഥി അതേ കൂടെ നിൽക്കട്ടെ. സാറേ, ഇന്ന് ഇപ്പോൾ പ്രചരണ രംഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണല്ലോ സാർ സ്വീകരിച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ഇല്ല, അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പുതുപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ഹൃദയവീതിയായ പാമ്പാടി മുതൽ പുതുപ്പള്ളി വരെയുള്ള ആ റോഡിലൂടെ സാർ ഒരു സൈക്കിൾ സവാരി നടത്തുകയാണ്. ഇതിലൂടെ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുമായി കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന അല്ല, നമ്മൾ ഒരു മോഡ് ഓഫ് പ്രചരണമല്ല, പല മോഡ് ഓഫ് പ്രചരണമുണ്ട്. അതിനകത്ത് ഡിജിറ്റലുണ്ട്, ഡോട്ടറുണ്ട്, യൂത്തുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തി. റോഡ് ഷോയ്ക്ക് അടുത്ത സ്റ്റേജാണ് ഇപ്പോഴുള്ള സൈക്കിൾ റാലി. സൈക്കിൾ റാലിയിൽ ചെറുപ്പക്കാർ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അണിചേരാവുന്ന ഒരു പരിപാടിയാണ്. പിന്നെ എക്സസൈസുമാണ്. ആരോഗ്യം തന്നെ. സാറൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു രാത്രി 2 മണിക്ക് കിടന്നുറങ്ങാറുണ്ടോ? ഉറങ്ങുന്ന വലിയ പ്രശ്നമാണ്. പക്ഷെ കുട്ടനാടിന്റെ സ്ഥാനത്ത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സൈക്കിൾ റാലി കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയൊക്കെ ആരോഗ്യത്തിനൊരു ഗുണമില്ല. ഞങ്ങളുടെ നാട്ടില് സൈക്കിൾ ചവിട്ടാനുള്ള വഴിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റാലിയോട് പങ്കെടുത്തിട്ട് പോകാൻ പറ്റും. ഇന്നലെ ഒരു റൗണ്ട് മുഴുവൻ പുതുപ്പള്ളി വഴി കറങ്ങി. ഞാൻ കണ്ടു, വീഡിയോയിൽ കണ്ടു. ഇന്നലെ കാണോ വീഡിയോ വൈറലായ വീഡിയോ? നമസ്കാരം. അവിടെ എവിടെയാ മാവേലിക്കര എവിടെയാ താമസിക്കുന്നത്? ചാരുമൂട്. ആയിക്കോട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.